ഷാരൂഖ് ഖാൻ ബോളിവുഡിൻ്റെ ഒരു സിമ്പലാണ്, അതിൻ്റെ നായകസ്ഥാനീയനായ മനുഷ്യനാണ്. ബോളിവുഡ് എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് നമുക്കറിയാം ഏറ്റവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. മനുഷ്യർ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു, കലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണത്. അവരുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നവർ നോക്കിയാൽ മതത്തിൻ്റെതായ വരമ്പുകൾക്കപ്പുറത്ത് പോയിട്ട് മനുഷ്യന്മാർ പരസ്പരം എഴുകി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ബോളിവുഡിനോട് പണ്ടേ അവർക്ക് ഇഷ്ടമല്ലാത്തത്. ബോളിവുഡിനെ പൊളിക്കാനും ഷാരൂഖ് ഖാൻ്റെ മോനെ പിടി ജയിലിലിടാനും എന്നിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ കാന്താര പോലുള്ള സിനിമകളാണ് സൂപ്പർ എന്ന് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാര്യം ബോളിവുഡിൻ്റെ ഈ സംഗതി പൊളിക്കാനാണ്. അപ്പോൾ ഷാരൂഖ് ഖാനെ അവർക്ക് ആദരിക്കുക പോലും ഇഷ്ടമല്ല. ഓർക്കണം, ഒരു ലതാ മങ്കേഷ്കർ മരിച്ചപ്പോൾ എല്ലാവരും വന്ന് കാണാൻ വന്നു. അപ്പോൾ ഷാരൂഖ് ഖാനും കാണാൻ വന്നു. ഷാരൂഖ് ഖാൻ കാണാൻ വന്നിട്ട് അദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെയാണ് വെച്ചത്. അദ്ദേഹം ആ മൃതദേഹത്തിന് വേണ്ടി പ്രാർത്ഥനത്തിൻ്റെ ഒരു ജസ്റ്റർ കാണിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാരകമായി ആക്രമിച്ചു. ഒരു ഹിന്ദു മരിച്ചു കിടക്കുമ്പോൾ മുസ്ലിം പ്രാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ ഗണേശ ചതുർത്ഥിയൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നു ഈ അക്സെപ്റ്റൻസ് നിലനിർത്താനെന്ന കാര്യം നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യമാണ്. എന്നിട്ട് കൂടി ഇവരെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ മുസ്ലിം മൈ നെയിം ഈസ് ഖാൻ ഐ എം നോട്ട് ടെററിസ്റ്റ് എന്ന് പറഞ്ഞ വിഖ്യാത ഇന്ത്യൻ വാചകം ഉണ്ടാക്കിയ മനുഷ്യനാണ്. പക്ഷേ രക്ഷയില്ല. എന്ന് വെച്ചാൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നിരന്തരം വിഷയങ്ങൾ ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ ആക്രമിക്കുക. ഇന്നലത്തെ വിഷയം പ്രിയങ്ക ഗാന്ധിയുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് മുസ്ലിമിനെയാണെന്നുള്ളതായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞു. ഇനി അടുത്തത് ഷാരൂഖ് ഖാൻ ഏതോ ഒരു ബംഗ്ലാദേശിയെ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ആധികാരിക രേഖകളും പല തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള ഏജൻസികളും അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ആക്രമണം നടക്കുന്നുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വാർത്തകൾ നാം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ ആകമാനം ഹൃദ്യതകളെയും അതിൻ്റെ പേരിൽ കളി എന്ന് പറയുന്ന സംഗതി ഇല്ലാതാക്കുകയും വൈരനിരാധന ബുദ്ധി പ്രഖ്യാപിക്കുകയും ചെയ്താലുള്ള യുക്തി എന്താണ്? നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല. ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിടയ്ക്ക് എത്രയിടത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു, എവിടെയെല്ലാം കലാപങ്ങളുണ്ടായി, ആരുടെയെല്ലാം വീടുകൾ ഇടിച്ചു നിരത്തപ്പെട്ടു, എവിടെയെല്ലാം മനുഷ്യർ കന്നുകാലിയുടെ പേരിൽ മാത്രം ഡസൻ കണക്കിന് മനുഷ്യർ കത്തിച്ചും വെട്ടിയും കുത്തിയും കൊന്നില്ലേ? ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ കണക്ക് 700 കടന്നുപോയില്ലേ? ഈ വർഷത്തെ അവസാനത്തെ കണക്ക് പുറത്തു വരുമ്പോൾ കരോളുകളും ക്രിസ്മസ് ആഘോഷങ്ങളും ആക്രമിക്കപ്പെട്ടില്ലേ? എന്നാൽ മോദിയുമായിട്ട് ഇനി കമ്പനി വേണ്ട, ഇന്ത്യൻ ദൂരത്തിനും കളിക്കാനും വരണ്ട എന്ന് അയൽ രാജ്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ തുടങ്ങിയായിരിക്കും അവസ്ഥ. നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണം നൽകുകയും സമാധാന ജീവിതം ഉറപ്പാക്കുന്ന രാജ്യമാണ്. അല്ല, ഇന്ത്യയിലെ മൈനോറിറ്റിയുടെ ലൈഫ് വലിയ തോതിൽ കുഴപ്പത്തിലാണെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു, സ്റ്റേറ്റ് ഏജൻസീസ് പറയുന്നു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള അന്വേഷണ സംഘങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ലൈഫുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ഏജൻസികൾ നിരന്തരമായി കണക്കുകൾ പുറത്തുവിടുന്നു. അപ്പോൾ നോക്കൂ, ഇനി ക്രിസ്ത്യാനികൾക്ക് മെജോറിറ്റി ഉള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കമ്പനി വേണ്ട, ഇന്ത്യയിലെ പ്രീമിയറിനെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്ട് വിളിക്കേണ്ട, ഇന്ത്യൻ കളിക്കാരെ നമ്മൾ അംഗീകരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? കളി വേറെയാണ്. പക്ഷേ യുവമാർക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് യുവമാർ ഗുലാം അലി, ആരാണ് ഗുലാം അലി? ഗുലാം അലി ഇന്ത്യയിൽ പാടാൻ വരാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ച ടീമാണ്. ഗുലാം അലി ആരാണ്? ഗുലാം അലിയുടെ പാട്ട് ഇന്ത്യയിൽ കേൾക്കണ്ട, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പെറ്റി ഇൻ-ഹൗസ് പൊളിറ്റിക്സ് ഉണ്ട്. ഇവരെല്ലാം കാണുന്നത് അങ്ങനെ, ഇവർ ലോകത്തെ മുഴുവൻ കാണുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിന് അനുകൂലമായി എങ്ങനെ ഇതിനൊക്കെ ചലിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണ്. ഇനി ഷാരൂഖ് ഖാനെ ആക്രമിക്കും, അങ്ങനെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ മുസ്ലിം പേരോളം അവർ മുഗളന്മാർ മരിച്ച് പണ്ടേ പോയ ആൾക്കാരല്ല, അവരെയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആക്രമിക്കാൻ എല്ലാ ദിവസവും ഓരോ വിഷയം വേണം. അത് ഷാരൂഖിനോ സൽമാനോ ഒന്നും അതിനകത്തുനിന്ന് രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ പണിയെടുക്കുകയാണ്. ക്രിക്കറ്റിനകത്ത് തന്നെ മുഹമ്മദ് ഷമി എന്തുമാത്രം ആക്ഷേപം കേട്ടയാളാണ്. ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞതിൻ്റെ പേരിൽ മഹാരാജ്യദ്രോഹി എന്ന് വിളിച്ച ആളാണ് അയാൾ. പാകിസ്ഥാൻ അവിടെ നിന്ന് കളിക്കാൻ വരുന്നു. ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യൻ തമ്മിലുള്ള കളി ഈസ് എ കളി, അത് കളി മാത്രമാണ്. പക്ഷേ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ കളി നടക്കുമ്പോൾ പാകിസ്ഥാനിലെ ഒരു പ്ലെയർ എവിടെയെങ്കിലും തെന്നി വീണാൽ പോലും ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഈ ക്രിക്കറ്റിലെവിടെയും ജയ് ശ്രീറാമൊക്കെ വിളിക്കുന്നത്, അള്ളാഹു അക്ബറൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ ആൾക്കാർ ജയ് ശ്രീറാം വിളിച്ച് ആഘോഷം എന്ന് വെച്ചാൽ ഒരുതരം ഭയങ്കരമായ വിദ്വേഷം തീർക്കലാണ്. ക്യാപ്റ്റന് കൈ കൊടുക്കാത്തതും അതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനെയൊക്കെ ക്രിക്കറ്റിൻ്റെ ഒരു പ്രശ്നം അറിയാം. ക്രിക്കറ്റിനെ സവിശേഷമായി കാണണം. ക്രിക്കറ്റ് ഒരു കളി എന്നതിനപ്പുറം ഇന്ത്യയിൽ അതിദേശീയതയുടെ ഒരു വാഹനമാണത്. എങ്ങനെയൊക്കെ അതിനെ പ്രയോജനപ്പെടുത്താമെന്ന് ഇന്ത്യയിലെ പൊളിറ്റീഷ്യന്മാർ എപ്പോഴും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മോദിയൊക്കെ നന്നായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിദേശീയ വികാരത്തിൻ്റെ ഒരു തരം ഒരു 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 വാഹനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വേറൊരു കളിയും രക്ഷപ്പെടാത്തത്. ഇതാണ് അവർക്ക് ആവശ്യം. ഈ ദേശീയതയെ അങ്ങോട്ട് കുത്തിക്കയറ്റാൻ പറ്റിയ ഒരു കളി ഇതാണ്. ഈ കളിയാകുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിയുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റുമില്ല, വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മറ്റൊന്നിനെയും. ഇപ്പം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്, പക്ഷേ നമ്മൾ എവിടെ ഒരു ക്വാളിഫയർ പോലും കിടക്കുന്നില്ല ഫുട്ബോളിൽ. ലോകത്തെ ഏറ്റവും മനുഷ്യർ കൊണ്ടാടുന്ന കളി ഫുട്ബോളാണ്. അവിടെ ഇത്രയും വലിയ പോപ്പുലേഷനുള്ള ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയും വലിയ രാജ്യമായ നമുക്കൊരു സ്പേസും ഇല്ല. അങ്ങനെ നമ്മളുടെ കളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനും നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കുഴപ്പമാണത്.
അപ്പോൾ ഇത് ക്രിക്കറ്റിനെ നമുക്ക് ഒരു നല്ല കളിയായിരിക്കുകയും നമ്മൾ ബഹുഭൂരിപക്ഷം മനുഷ്യരും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനെ ഇതിൻ്റെ ഒരു വെസലാക്കി ഇവർ മാറ്റുന്നുണ്ട് എന്നതുകൂടി കാണേണ്ട കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് അതിനകത്തേക്ക് പെട്ടെന്ന് വർഗീയത വന്ന് ചാടുന്നത്. ഷാരൂഖ് ഖാന് ആ കളിക്കാരനെ നിലനിർത്താനും കളിയെ കളിയായി കാണണമെന്ന് പറയാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് ഇത് പ്രദാനം ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല.